ഇരിങ്ങോൾ ഇരവിച്ചിറ ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം ഭക്തിസാന്ദ്രമായി നടന്നു. കാശി വിശ്വനാഥ സങ്കല്പത്തിലുള്ള സ്വയംഭൂ ക്ഷേത്രത്തിൽ നടന്ന പിതൃതർപ്പണ ചടങ്ങുകൾക്ക് കുറുപ്പമ്പടി രായമംഗലം തൈക്കാട്ടിത്തി ടി.കെ. കേശവൻ വിനോദ് ഇളയത്ത് കാർമ്മികത്വം വഹിച്ചു. ഒരു കാലത്ത് 18ഓളം ദേശങ്ങളുടെ അധികാരവും 9-ലധികം പ്രശസ്ത ക്ഷേത്രങ്ങളുടെ ഊരാണ്മയും സ്വന്തമായിരുന്ന ഇരിങ്ങോൾ നാഗഞ്ചേരി മന നാടുവാഴി പരമ്പരയുടെ ഊരായ്മയിലായിരുന്നു ഇരവിച്ചിറ ശിവക്ഷേത്രം. പെരുമ്പാവൂർ ഇരിങ്ങോൾ ഇരവിച്ചിറ ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരെത്തി. കാശി വിശ്വനാഥ സങ്കല്പത്തിലുള്ള സ്വയംഭൂ ശിവക്ഷേത്രത്തിൽ ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസി ദിനത്തിൽ പിതൃമോക്ഷ പ്രാപ്തിക്കായി വർഷം തോറും കർക്കിടക വാവുബലി തർപ്പണം നടത്തിവരുന്നു. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെ ആരംഭിച്ച ബലിതർപ്പണം ഉച്ചവരെ നീണ്ടു. കുറുപ്പമ്പടി രായമംഗലം തൈക്കാട്ടിത്ത് ടി.കെ. കേശവൻ വിനോദ് ഇളയതിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രകുളത്തോട് ചേർന്നുള്ള വട്ടോളിപ്പാടത്തെ ചെറുതടയിണയിലാണ് ബലിതർപ്പണത്തിനു ശേഷം ഭക്തർ പിണ്ടപ്രദാനം നടത്തിയത്. പിതൃതർപ്പണത്തിനു ശേഷം നമസ്കാരം വഴിപാടിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. തർപ്പണത്തിനെത്തിയ ഭക്തർക്കായി ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ലഘുഭക്ഷണവും വിതരണം ചെയ്തു. ഒരു കാലത്ത് 18ഓളം ദേശങ്ങളുടെ അധികാരവും 9-ലധികം പ്രശസ്ത ക്ഷേത്രങ്ങളുടെ ഊരാണ്മയും സ്വന്തമായിരുന്ന ഇരിങ്ങോൾ നാഗഞ്ചേരി മന നാടുവാഴി പരമ്പരയുടെ ഊരാഴ്മയിലായിരുന്നു ഇരവിച്ചിറ ശിവക്ഷേത്രം. ഇരവിച്ചിറ ഇല്ലത്തെ കാരണവരും കാശി വിശ്വനാഥ മൂർത്തിയുമായുള്ള ഐതിഹ്യമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ഇരവിച്ചിറ ഇല്ലത്തെ കാരണവർ മഹാദേവന്റെ തീവ്ര ഭക്തനായിരുന്നു. എല്ലാ വർഷവും കാശിയിലെത്തി വിശ്വനാഥനെ തൊഴുതു മടങ്ങുന്നത് പതിവായിരുന്നു. എന്നാൽ വാർദ്ധക്യം മൂലം കാശിയാത്ര നടത്താൻ കഴിയാതെ വന്നതോടെ അദ്ദേഹം ഏറെ ദുഃഖിതനായി. ഭക്തന്റെ നിഷ്കളങ്കമായ ഭക്തിയിൽ പ്രീതനായ കാശി വിശ്വനാഥൻ ഇനി കാശിയിലേക്ക് വരേണ്ടതില്ലെന്നും താൻ തന്നെ ഇരവിച്ചിറയിൽ സാന്നിധ്യമരുളാമെന്നും സ്വപ്നദർശനം നൽകിയെന്നാണ് വിശ്വാസം. പ്രദേശത്തെ പ്രമുഖ നാടുവാഴിമാരായിരുന്ന ഇരിങ്ങോൾ നാഗഞ്ചേരി മനക്കാരുടെ വകയായിരുന്നു ഇരവിച്ചിറ ശിവക്ഷേത്രം. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.